അടുത്തത് മൂലം, പൂരാട, ഉത്രാടം ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്നതാണ് ധനുരാശി. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ വേണം. കാരണം ആരോഗ്യം മോശമാവും. വയറ്റിന് അസുഖം, ത്വക്ക് രോഗം, പകർച്ചവ്യാധി എന്നിവയാൽ പരീക്ഷാവേളകൾ, പഠനവേളകളിൽ പല കുഴപ്പങ്ങൾ സംഭവിക്കാം. ആയതിനാൽ ആരോഗ്യം മനസ്സും ഉള്ള സമയങ്ങളിൽ പഠിത്തം കൂലങ്കഷമായി നടത്തുകയും പഠിച്ച് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക. കാരണം എപ്പോഴും ആരോഗ്യം അനുവദനീയമാകുകയില്ല. വാഹന സംബന്ധമായി അപകടമോ കഷ്ടനഷ്ടങ്ങളോ വാഹന ദൗർലഭ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ താമസ സൗകര്യം, ആഹാരം മോശമായി കൊണ്ടുള്ള വയറ്റിന് അസുഖങ്ങൾ, മരുന്ന് കഴിക്കേണ്ടി വരിക, അസിഡിറ്റി, അൾസർ ഇത്യാദി പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് വരാം. ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക നിയമനങ്ങൾ, അത് വിദേശത്താവാം സ്വദേശത്താവാം, കിട്ടും. പക്ഷേ സഹകരിച്ചും ജോലി തന്നവരും ജോലി തരാനിരിക്കുന്നവരും വാഗ്ദാനം ചെയ്തവരും തൽസമയങ്ങളിൽ ഇല്ലാതെ വരും. ആയതിനാൽ സ്വന്തം കഴിവുകൾ കാണിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചു കൊടുക്കേണ്ട രംഗങ്ങൾ തൊഴിൽ മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, നിർമ്മാണ മേഖലകളിൽ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, കായിക മേഖലകളിൽ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതകളും ക്ഷമയോടെ സഹനശക്തിയോടെ നിൽക്കേണ്ട അവസ്ഥയും ഒരു ഭാരിച്ച ഉത്തരവാദിത്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയോ ഒരു ഭാരം ഈ വർഷം ചുമന്ന് സഹിച്ച് ലക്ഷ്യത്തിലെത്തിക്കേണ്ട ഒരു ചുമതലാ ബോധങ്ങൾ കാണുന്നു. അവിവാഹിതർക്ക് വിവാഹാലോചനയും ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക ഉദ്യോഗവും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ചില അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ ജ്വലിക്കുന്ന ഒരു കാലമാണ്. കാരണം ഇവനെ അങ്ങ് അല്ലെങ്കിൽ ഇവളെ അങ്ങ് കയറ്റി വിട്ടാൽ ശരിയാകുകയല്ലോ എന്നുള്ള തോന്നലിൽ സൗഹാർദ്ദപരമായി അടുത്ത് കൂടുന്നവരെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. കുതികാല് വെട്ടാനുള്ള ഒരു യോഗം, കുതികാലുകെട്ട് അനുഭവിക്കാനുള്ളൊരു യോഗം ഈ നിലയിലുണ്ട്. ഈ രാശിപ്പെട്ടവർക്ക് പുണർതം, പൂയം ആയില്യം നക്ഷത്രം, പൂയം ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാഹസിക യാത്ര, കൊടുക്കൽ വാങ്ങലുകൾ, വിദേശയാത്ര, പണയിടപാടുകൾ, എഗ്രിമെൻറ്റുകൾ, അതുപോലെ തന്നെ സംശയാസ്പദമായ രീതിയിൽ രാത്രികാലങ്ങളിലുള്ള സഞ്ചാരങ്ങൾ, കമിതാക്കളാണെങ്കിൽ പരസ്യമായിട്ടുള്ള പ്രണയം, അതുപോലെ തന്നെ മൊബൈൽ വിളികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുകയും അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസം സാമ്പത്തിക ലബ്ധി, തൊഴിൽ പുരോഗതി, ഐശ്വര്യം, അതുപോലെ സജ്ജനങ്ങളുമായിട്ടുള്ള സംവാദങ്ങൾ, ശത്രുക്കളുടെ മേൽ ആധിപത്യം, അധികാരികളുമായി ചങ്ങാത്തങ്ങൾ, പൊതുവെ കുടുംബപരവും തൊഴിൽപരവും ഭരണപരവും സാമ്പത്തികപരവുമായ ശാന്തിയും സമാധാനവും, അതായത് അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളിൽ വരുമ്പോൾ ഇതിന് ദോഷപരിഹാരമായി സർപ്പക്ഷേത്രത്തിൽ 100 പാലും, അതുപോലെ തന്നെ ഗണപതി ഹോമം, ഭഗവത് സേവ, ത്രികാല പൂജ ഇത്യാദികളും, ഗണപതിക്ക് കനകമാല ചാർത്തുകയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നല്ലതാണ്. വികലാംഗർക്കും തീരെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും എന്തെങ്കിലും വസ്ത്രം, മരുന്ന്, അതുപോലെ തന്നെ പരോപകാരം ഇങ്ങനെയുള്ളത് പരസ്യത്തിനോ അല്ലെ പ്രശസ്തിക്കോ വേണ്ടി അല്ലാതെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ കൊണ്ട് പോലും അറിയാതെ സീക്രട്ടായിട്ട് സഹായം ചെയ്താൽ ദൈവം ഉറ്റുനോക്കുമെന്നും ഇവർക്കുണ്ടായേക്കാവുന്ന വൻകിട പ്രതിസന്ധികൾ മൂലം, പുരാടം, ഉത്രാടത്തിൻ്റെ അകത്ത് 15 നാഴികയിൽ വരുന്ന രാശിക്കാർക്കുണ്ടായേക്കാവുന്ന വൻകിട പ്രതിസന്ധികൾക്ക് ഒരു താങ്ങും തണലുമായി ഉദാര മനസ്കരും സന്തുഷ്ടരും പ്രഭുജനങ്ങളും സഹായിക്കുകയും ഇവരുടെ ഈ വർഷത്തെ വിഷുഫലത്തെ ദോഷങ്ങൾ, ഉദരവ്യാധികൾ, ഈ രാശിപ്പെട്ടവർക്ക് അമ്മയെക്കൊണ്ട് ദുരിതമോ അമ്മയ്ക്ക് രോഗമോ സർജറിയോ അർബുദാദി രോഗങ്ങൾ വരെ വന്ന് ചികിത്സിച്ച് ശമനം വരുത്താനുള്ള സാധ്യതകളും, ഈ രാശിക്കാർക്ക് ഉദരവ്യാധി, കുടൽ വ്യാധി, ആഹാരം പിടിക്കാതുള്ള മിസ്റ്റേക്കുകൾ, അതുപോലെ ത്വക്ക്, സ്കിൻ ഡിസീസസ് ഇത്യാദികളും, താമസ സ്ഥലം സംബന്ധിച്ച് ചില വ്യക്തികളുടെ മോഷണം, ഭവനഭേദനം, ബലാത്സംഗം ഇത്യാദികളിൽ മാപ്പുസാക്ഷിയാവാനും തദ്വാര അതുവഴി ചില കച്ചേരി കോടതി കയറാനും ശത്രുവർദ്ധനവിനുമൊക്കെ ഉള്ള സാധ്യതകളുള്ളതുകൊണ്ട് അസമയങ്ങളിലും മറ്റുമൊക്കെ പെരുമാറുന്നതും, അസമയങ്ങളിൽ നിന്നല്ല ഏത് സമയത്താണെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും മനസ്സിരുത്തി മുന്നോട്ട് പോകുന്നതും, ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നതും, മറ്റ് ഗുണകരമായി പറഞ്ഞ ദിവസങ്ങളിൽ സന്തോഷപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ
കിട്ടുന്നതിനെ സന്തോഷകരമായി സ്വീകരിക്കുകയും ചെയ്യുക.